ഹേ ഗായ്സ്, പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം കേട്ടോ. അപ്പോൾ ഞാൻ വാഗമണ്ണാണ് കേട്ടോ. അപ്പോൾ ഇവിടെ ക്ലൈമറ്റൊക്കെ മൊത്തം ചേഞ്ച് ആയിട്ടുണ്ട്. മഴക്കാലത്ത് ഇവിടെ ഭയങ്കര വിഷയമായിട്ട് ഗായ്സ്. അപ്പോൾ ഞാൻ നിൽക്കുന്ന സ്ഥലത്തെല്ലാം ഭയങ്കര കോടയായിരിക്കും. അപ്പോൾ ഇന്ന് എന്താണെന്ന് അറിയില്ല, നമ്മൾ വീഡിയോ എടുക്കുന്നതുകൊണ്ട് കറക്റ്റ് ഇവിടെ കോടയും കാര്യങ്ങളൊന്നും കേട്ടോ. ചെറിയൊരു മഴ പെയ്ത് കഴിഞ്ഞാൽ അപ്പോൾ ഇവിടെ കോടയൊക്കെ വരും. അപ്പോൾ കഴിഞ്ഞ ദിവസം ഞാൻ എവിടെ ഒരു വ്യൂ പോയിന്റിൽ കയറിയായിരുന്നു കേട്ടോ. അപ്പോൾ ഇന്നിപ്പോൾ അത്യാവശ്യം സമയം പോയിട്ടുണ്ട്. അതുകൊണ്ട് അവിടെ കയറിയ ഇരുട്ടാവും, അതുകൊണ്ട് വീഡിയോ ഒന്നും എടുക്കാൻ പറ്റില്ല. അതുകൊണ്ട് നമ്മൾ ഇന്ന് അവിടെ കയറില്ല കേട്ടോ. പിന്നെ ഒരു ദിവസം നല്ല കോടയൊക്കെ ഉള്ള ദിവസം നമുക്ക് അതിൻ്റെ മുകളിൽ കയറാം. ഭയങ്കര രസമായിരിക്കും കേട്ടോ. അപ്പോൾ ഇപ്പോൾ അത് കയറി കാണിക്കണല്ലോ, എൻ്റെ കഴിഞ്ഞൊരു വീഡിയോയിൽ ഉണ്ട്. പിന്നെ ഞാനിപ്പോൾ വീഡിയോ ചെയ്യുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടെ നമ്മുടെ ഇവിടെ എന്നാ ഈ സൈഡിൽ ഞാൻ നിൽക്കുന്ന സൈഡിൽ മറ്റേ ബുഷ് ഓറഞ്ച് ഉണ്ടായി കിടക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ അത് പഴുത്തോന്ന് നോക്കാം. ഞാൻ കഴിഞ്ഞ തവണ നോക്കിയപ്പോഴത്തേനും അത്യാവശ്യം ഉണ്ടായി കിടക്കുന്നുണ്ടായിരുന്നു. പിന്നെ അതിലെ കുറേ ഈ പേരക്കകൾ, കാട്ട് പേരക്കകൾ നിൽക്കുന്നുണ്ട് കേട്ടോ. അതും കിട്ടുവാണെങ്കിൽ നമുക്ക് പറിച്ച് തിന്നാം. അപ്പോൾ നമുക്ക് ഉണ്ടോയെന്ന് പോയി നോക്കാം. ഇതാരെങ്കിലും പറിച്ചോന്ന് അറിയത്തില്ല. ഇവിടെ ഒത്തിരി പണിക്കാരുണ്ട് കേട്ടോ. അപ്പോൾ ഇവർ ഇതിൻ്റെ ഇടയ്ക്കിടയ്ക്ക് കയറി നടക്കണതാണ്. അവർ പറിക്കാനുള്ള സാധ്യത ഉണ്ട്. നമുക്കൊന്ന് കയറി നോക്കാം ഗൈസ്. അപ്പോൾ ഇത് അത്യാവശ്യം കാട് ഏരിയ കേട്ടോ. അതേ കണ്ടില്ലേ, സൗണ്ടൊക്കെ കേട്ടില്ലേ, ഭയങ്കര ചീവീടിൻ്റെ സൗണ്ടൊക്കെയാണ്. ഇതാട്ടോ ഓറഞ്ച്, ബുഷ് ഓറഞ്ചിൻ്റെ മരങ്ങൾ. ഇവിടെ ഒന്ന്, ഇതൊക്കെയാട്ടോ. ഇതൊന്ന്, ഇത് രണ്ട്, ഇത് മൂന്ന്. മഴയൊക്കെ പെയ്ത് കിടക്കുന്നതുകൊണ്ട് മറ്റേ അട്ട കാണാനുള്ള ചാൻസ് ഉണ്ട്. അതും ഒരു വലിയ വിഷയമാണ്. കഴിഞ്ഞ തവണ ഞാൻ വന്നപ്പോഴത്തേനും ഓറഞ്ചൊക്കെ കണ്ടായിരുന്നു, പഴുക്കാറായി കിടക്കണ്ടായിരുന്നു. അപ്പം ഞാനത് പിന്നത്തേക്ക് വെച്ചായിരുന്നു. അന്ന് വീഡിയോ എടുത്താൽ മതിയായിരുന്നു. ഇന്നിപ്പോൾ അത്യാവശ്യം കാട് കയറി ഇതിലേ നടക്കാൻ പറ്റാത്ത അവസ്ഥയായി ഗൈസ്. ഇവിടെ ഓർമ്മ നിൽക്കുന്നുണ്ട്, പക്ഷേ ഇതിനകത്ത് ഓറഞ്ച് ഇല്ല കേട്ടോ. ഈ മരത്തിലൊന്നും ഇല്ല. അങ്ങോട്ട് പോയി നോക്കാം. ഇവിടേക്ക് ഈ ഇത്രയും കാട്ടിക്കൂടെയാട്ടോ ഞാൻ നടന്നു പോണേ. ഈ ഓറഞ്ച് കണ്ടിട്ടുണ്ട്, ബുഷ് ഓറഞ്ച്. അത് പഴുത്തിട്ടില്ല ഗൈസ്. ഇത് പുതിയതായിട്ടുണ്ടായിരുന്നു. ഓർണ്ണം പഴുത്തിക്കുന്നുണ്ട്, അത് ഞാൻ കാണിച്ചു തരാം. അത് പറിക്കാം കേട്ടോ. ഓർണ്ണം പഴുത്തിക്കുന്നുണ്ട് ഗൈസ്. അപ്പോൾ ഇത് കണ്ടോ, ബുഷ് ഓറഞ്ച് ഉണ്ടായി നിൽക്കുന്നത് ഇവിടെയൊക്കെ ഉണ്ട്. ഇത് ഓർണം, പിന്നെ ഇവിടെ ഇത് രണ്ട്, ഇത് മൂന്ന്, പിന്നെ ഇത് ഓർണ്ണം പഴുത്തിക്കുന്നുണ്ട്. ഇതേ കണ്ടില്ലേ, ഓർണ്ണം പഴുത്ത് ചെറുതാട്ടോ ഗൈസ്. അപ്പോൾ ഇതിന് ഭയങ്കര പുളിയായിരിക്കും കേട്ടോ. മധുരമൊന്നും ഉണ്ടാവില്ല, ഭയങ്കര പുളിയായിരിക്കും. ഞാൻ ഇന്നാളെ എനിക്ക് താഴെ, നമ്മുടെ കുറച്ച് താഴെ അവിടെ കുറച്ച് ഓറഞ്ച് നിൽക്കുന്നുണ്ട്. അപ്പോൾ അത് പറിച്ചിങ്ങനെ തിന്ന് നോക്കിയായിരുന്നു. ഭയങ്കര പുളിയാട്ടോ, നമുക്ക് ഒട്ടും സഹിക്കാൻ പറ്റില്ല. അപ്പോൾ ഇതൊന്ന് കഴിച്ചു നോക്കാം. അപ്പുറം വേറെ ഞാൻ കണ്ടിട്ടുണ്ട് കേട്ടോ. അത് ഇച്ചിരി കൂടെ ഇതിനേക്കാൾ കുറച്ചുകൂടെ വലുതാണ് ഉണ്ടായി നിന്നത്. അത് പോയി നോക്കാം നമുക്ക്. ഇതൊന്ന് കഴിച്ചു നോക്കാം. ഒരു കടി കടിച്ചു കഴിച്ച്, പുളിയാണ്. ഇതിൻ്റെ തൊണ്ട് കളഞ്ഞിട്ടൊന്ന് കടിച്ചു നോക്കാം. ഇതിൻ്റെ തൊണ്ട് പൊളിക്കട്ടെ കേട്ടോ. എൻ്റെ ഒരു കയ്യിൽ ഫോൺ പിടിച്ചേക്കുന്നതുകൊണ്ട് എനിക്കെൻ്റെ തൊണ്ട് പൊളിക്കാൻ പറ്റുന്നില്ല. തൊണ്ടൊന്ന് പൊളിക്കട്ടെ ഗൈസ്. അപ്പോൾ ഇത് തൊണ്ടൊക്കെ പൊളിച്ചിട്ടുണ്ട്. പുളിയാണ്. ഞാൻ ഒരു കടി കടിച്ചായിരുന്നു കേട്ടോ. പറ്റൂല, ഭയങ്കര പുളിയാണ്. ഇത് ഓറഞ്ചാണോ ഇനി നാരക്കയാണോ, ഇത്രയും പുളി, ഒടുക്കത്തെ പുളിയാണ് ഗൈസ്. വേറെ ഉണ്ടോ നോക്കാം, ഏതെങ്കിലും മധുരമുള്ള കിട്ടുവാണെങ്കിൽ. ഇവിടെയൊക്കെ ഇതൊക്കെ ഓറഞ്ചാട്ടോ ഗൈസ് നിൽക്കണേ. അതെ, വലിയൊരു സാധനം നിൽക്കുന്നുണ്ട്. അത് പഴുത്ത് കിട്ടുവാണെങ്കിൽ ചിലപ്പോൾ നല്ലതായിരിക്കും. കാണിച്ചു തരാം കേട്ടോ ഗൈസ്. അപ്പോൾ വലിയ ഓറഞ്ച് നിൽക്കുന്നു. ഇത് ആ മരത്തിൽ അത്യാവശ്യം ഇതൊക്കെ ഉണ്ടായി വരുന്നുണ്ട് കേട്ടോ. ഇത് ഓർണം, ഇത് നമ്മുടെ വലിയ ഓർണം. അത് പഴുക്കുമ്പോൾ നമുക്ക് പറിക്കാം. ഭായിമാരും പറിച്ചുകൊണ്ട് പോയില്ലെങ്കിൽ. പിന്നെ ഇവിടെ ഓർണം നിൽക്കുന്നുണ്ട്. എൻ്റെ പുറകെ നിൽക്കുന്നതൊക്കെ ഓറഞ്ച് മരം കേട്ടോ, ബുഷ് ഓറഞ്ചാണ്. പക്ഷെ ഇതിനകത്തൊന്നും ഉണ്ടായിട്ടില്ല. ഇത് അത്യാവശ്യം ഇപ്പം ഞാൻ കാണിച്ചതേ അത്യാവശ്യം വലുതാണ്. അത് തനി നമ്മുടെ സാധാ വലിയ ഓറഞ്ചൊക്കെ പോലെ തന്നെ അതേ കണ്ടില്ലേ ഉണ്ട്. ഇത് നമുക്ക് പഴുത്ത് കഴിഞ്ഞാൽ കിട്ടുമെന്ന് അറിയത്തില്ല. ഇവന്മാർ പറിച്ചുകൊണ്ട് പോയില്ലെങ്കിൽ, ആരും പറിച്ചുകൊണ്ട് പോയില്ലെങ്കിൽ നമുക്ക് പറിക്കാം. ഇവിടെ ഒത്തിരി പണിക്കാരുണ്ടെന്ന് ഞാൻ പറഞ്ഞില്ലേ, അവരെല്ലാം ഇതിക്കടെ കയറി കിടക്കുന്നതാണ്. കാരണം അവർക്കും ഒരു നേരം പോക്കല്ലേ. അടുത്ത മരം കിട്ടിയിട്ടുണ്ട്. ഇതിനകത്ത് നിറച്ചുണ്ട് കേട്ടോ, ചെറുത് ഉണ്ടോ, ഇഷ്ടം പോലെ ഉണ്ട്. ഇതൊരെണ്ണം പഴുക്കാറായിട്ട് നിൽക്കുന്നുണ്ട്. പിന്നെ ഇവിടെയൊക്കെ ഉണ്ട് കേട്ടോ, മുകളിലൊക്കെ ഉണ്ട്. കണ്ടില്ലേ, ഇവിടെയൊക്കെ ഉണ്ട്. ഇത് കുറച്ചുകൂടെ പഴുക്കട്ടെ കേട്ടോ.
എന്നിട്ട് നമുക്ക് പറിക്കാം. ചുമ്മാ പറിച്ച് കളഞ്ഞാലും ഇത് ഇവിടെയൊക്കെ ഉണ്ട് കേട്ടോ. ഇത് ഇഷ്ടം പോലെ ഉണ്ട്. ഡെയിലി അതാട്ടോ ഏറ്റവും വലുതാണ്. അപ്പോൾ ഈ മരത്തിലും കുറേ ഉണ്ട്. ഇത് ചെറുതാട്ടോ, പുളിയായിരിക്കും. അത് കുറച്ചുകൂടെ പഴുക്കുമെന്ന് നോക്കാം, എന്നിട്ട് നമുക്ക് പറിക്കാം കേട്ടോ. അപ്പറേ ഇനി നമുക്ക് പേരയ്ക്കുണ്ട്. ആ പേരയ്ക്ക കിട്ടുമെന്ന് നോക്കാം. ഈ കാണുന്ന മൊത്തം കാട്ടു പേരയ്ക്കയാണ്, അല്ല പേര മരമാണ്. ഇതുണ്ടല്ലേ, ഇത് ഓറഞ്ച് മരമാട്ടോ. ഇതിനകത്തും ഉണ്ടായിട്ടില്ല. ഇതുണ്ടല്ലേ, ഇതൊക്കെ പേരമരമാണ്. ഇത് ഓറഞ്ച് മരമാണ്, ഇതിനകത്തില്ല. ഇതിനകത്ത് ചെറുതൊക്കെ ഉണ്ടായി കിടക്കുന്നുണ്ട്. പിന്നെ ഇതിവിടെ ഉണ്ടായി വരുന്നുണ്ട് കേട്ടോ. ഇതൊക്കെ പഴുക്കുമ്പോൾ നമുക്ക് പറിക്കാം കേട്ടോ. ഇതിൻ്റെ ഇടയിലൊക്കെ വലുത് ഉണ്ടായി കിടക്കുന്നുണ്ട്. കിടക്കുന്നുണ്ടല്ലേ, ഇത് കിടക്കണം. പിന്നെ അപ്പുറം 2-3 കിടക്കുന്നുണ്ട്. ഇതൊക്കെ പഴുക്കുമ്പോൾ നമുക്ക് പറിക്കാം കേട്ടോ. മരത്തിൽ അത്യാവശ്യം ഓറഞ്ച് ഉണ്ടായി കിടക്കുന്നുണ്ട്, പക്ഷെ പഴുത്തിട്ടില്ല. കുറച്ചായിട്ടോ ഇതൊക്കെ ഉണ്ടായി കിടക്കാൻ തുടങ്ങിയിട്ട്, പക്ഷേ പഴുത്തില്ല. പഴുക്കുമ്പോൾ നമുക്ക് ഫുള്ള് പറിക്കാം. നമുക്ക് പേരയ്ക്ക നോക്കാം കേട്ടോ. പേരയ്ക്കൊക്കെ ഒട്ടുക്കത്തെ ടേസ്റ്റാണ് ഗൈസ്. ഒരു ചുമന്ന കളറാണ് അകത്ത്, ഒട്ടുക്കത്തെ ടേസ്റ്റാണ്. ചെറിയ പേരയ്ക്കയാണെങ്കിലും ഭയങ്കര ടേസ്റ്റാണ്. കിട്ടുമെന്ന് നോക്കി. ഇപ്പോൾ ഈ മഴക്കാലം ആയതുകൊണ്ട് പേരയ്ക്ക കിട്ടാൻ ചാൻസ് കുറവാണ്. ഓറഞ്ച് കിടക്കുന്നുണ്ട് കേട്ടോ. ഓറഞ്ച് കിടക്കുന്നുണ്ട്, അത് ഞാൻ പറിച്ചിട്ട് കാണിച്ചു തരാം കേട്ടോ. അത്യാവശ്യം മുകളിലാണ് കിടക്കണേ, കാണിച്ചു തരാം കേട്ടോ. കിടക്കണം ഓർണം, അത്യാവശ്യം പഴുത്താട്ടോ. അത് നമുക്ക് പറിച്ചിട്ട് കാണിച്ചു തരാം കേട്ടോ. അപ്പോൾ നമുക്ക് പേരയ്ക്ക കിട്ടിയിട്ടുണ്ട്. ഒന്ന് കഴിച്ചു നോക്കട്ടെ. ഭയങ്കര ടേസ്റ്റാണ്. ഞാൻ ഇതിന് മുമ്പേ ഇഷ്ടം പോലെ ഇവിടെ നിന്ന് ഇടയ്ക്കിടയ്ക്ക് വന്ന് പറിച്ച് തിന്നാറുള്ളതാണ്. അതുകൊണ്ട് എനിക്കറിയാം നല്ല ടേസ്റ്റായിരിക്കും. ആണല്ലോ, ചുമന്നിരിക്കണം. അടിപൊളിയാണ്. ഈ കാട്ടു പേരയ്ക്കൊക്കെയാണ്, അതുകൊണ്ട് തന്നെ അടിപൊളി ടേസ്റ്റാണ്. ഒരു രസമില്ല. ഇപ്പോൾ ഈ കാട്ടിൽ നിന്ന് ഇറങ്ങി പോകാം. കാരണം മഴക്കാലം ആയപ്പോഴത്തേന് അത്യാവശ്യം ഈ അട്ടയുടെ ശല്യം ഭയങ്കരമായിട്ടുണ്ട് ഇവിടെ. അത് മേത്ത് കയറി അറിയില്ല. ആ ഒരു വിഷയം കൊണ്ടാണോ, നേരത്തെ വേനൽക്കാലം വരുന്നപ്പോഴത്തേനും കുഴപ്പമില്ലായിരുന്നു കേട്ടോ. ഇപ്പം തന്നെ അവിടെയൊക്കെ കോട മൂടി കിടക്കുകയാണ് ഗൈസ്. ഇപ്പോഴവിടെ മൂടിയത്, നേരത്തെ മൂടിയിട്ടില്ലായിരുന്നു. അവിടെയൊക്കെ കോട മൂടി തുടങ്ങിയുള്ളൂ. നമ്മൾ കയറിയത് മലയുടെ മുകളിലാണ്, ആ വ്യൂ പോയിന്റിലാണ്. അതിൻ്റെ അപ്പുറത്തെ സൈഡിലാട്ടോ പോയതാ. ഒരു കമ്പൊക്കെ നിൽക്കണുണ്ടോ, അവിടെയാണ് നമ്മൾ പോയത്. സമയം പോയിട്ടുണ്ടാട്ടോ, അല്ലെങ്കിൽ അവിടെ ചെന്ന മൊത്തം ഇരുട്ടായിരിക്കും. ഇച്ചിരി നേരത്തെ കയറി പോവാണെങ്കിൽ കുഴപ്പമില്ല. ഞാൻ പറഞ്ഞില്ലേ മഴക്കാലമായി ഇവിടെ അട്ടയുടെ ശല്യം ഉണ്ടോ. കണ്ടില്ലേ, എൻ്റെ കാലിൽ ഒരു അട്ട കടിച്ചിട്ടുണ്ട്. ഇതാണ് പ്രശ്നം. ഇവിടെ അട്ടയുടെ പ്രശ്നമാണ് മൊത്തം. അതുകൊണ്ടാണ് ഞാൻ പരമാവധി കാട്ടിലേക്കൊന്നും കയറാറില്ല. കുറേ നമ്മൾ അതിൻ്റെ അകത്തേക്ക് കയറിയിട്ട് അതുകൊണ്ട് തന്നെ ചെറിയ ഓറഞ്ചിൽ കണ്ടതാണ്. ഇപ്പം അതൊക്കെ വലുതായിട്ടുണ്ട്, പക്ഷെ പഴുത്തിട്ടില്ല കേട്ടോ. എന്നെ അവൻ കടിച്ചിട്ട് ഇങ്ങനെ പൊയ്ക്കൊണ്ടിരിക്കുക കേട്ടോ. അവൻ നമ്മളെന്തായാലും തട്ടും. ഇവിടെ അട്ടയുടെ ശല്യം ഭയങ്കര കേട്ടോ. മഴക്കാലത്ത് ഭയങ്കര ശല്യമാണ്. അതുകൊണ്ടാണ് നമ്മൾ ആ കാട്ടിലേക്കൊന്നും പോകാത്ത. കുറേ ആയി അങ്ങോട്ട് പോയിട്ട്. അപ്പോൾ ആ ഓറഞ്ചൊക്കെ, ആ വലിയതായ ഓറഞ്ച് നമ്മൾ ചെറിയതായപ്പോൾ കണ്ടതാണ്. അപ്പോൾ കുറേ കൂടി കേട്ടോ നമ്മൾ അങ്ങോട്ട് പോകണേ. അപ്പോൾ അത് അത്യാവശ്യം വലുതായി. ഇനി നമുക്ക് പഴുക്കുമ്പോൾ അത് പറിക്കാൻ പറ്റുമെന്ന് അറിയില്ല, കാരണം കയറാനേ പറ്റില്ല. അതുപോലെ അട്ടയാണ്. കുറച്ചുകൂടെ കഴിയുമ്പോഴത്തേനും ഇതിലും കൂടുതൽ അട്ടയാണ്. നേരത്തേക്ക് ഈ സൈഡിൽ കൂടെ നടക്കുമ്പോൾ തന്നെ നമ്മുടെ കാലേക്കട കയറുമായിരുന്നു. ഇപ്പം മഴ അത്രയും അങ്ങോട്ട് ആയിട്ടില്ല എന്നാണ് എനിക്ക് തോന്നുന്നത്. അല്ലെങ്കിൽ ഈ സൈഡിലൊക്കെ പുല്ല് ഇങ്ങോട്ടൊക്കെ പുല്ലിങ്ങനെ ഇതായി വരും. ഞാൻ നിൽക്കണേ ഇവിടെ കണ്ടില്ലേ, ഇവിടെയൊക്കെ പുല്ലായിട്ടില്ല. അപ്പോൾ ഇങ്ങോട്ടൊക്കെ മൊത്തം അട്ട കയറി വരും കേട്ടോ. അത് ഭയങ്കര ഒരു വിഷയമാണ്. അപ്പോൾ അത്രേ ഉള്ളൂ ഗൈസ്. ഈ ഒരു വീഡിയോ ജസ്റ്റ് ഒന്ന് ആ ബുഷ് ഓറഞ്ച് കാണിക്കാൻ വേണ്ടി എടുത്തൊരു വീഡിയോ കേട്ടോ. നമുക്കത് പഴുക്കുമ്പോൾ പറിക്കാം. അപ്പോൾ ഈ വീഡിയോ ഇവിടെ വെച്ച് വൈൻഡപ്പ് ചെയ്യുകയാണ്. അപ്പോൾ അടുത്ത വീഡിയോ കാണുന്നവരിക്കും. ബൈ ഗൈസ്.